പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ 2018 ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോ. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതും കൂടെ കാണുക. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതേ ഇഫ് സീക്ക് റേസ് ടു 4 തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3, then the value of tan raised to 4 theta plus tan square theta is. എന്താ പറഞ്ഞേക്കുന്നത്? സീക്ക് റേസ് ടു 4 തീറ്റ മൈനസ് സിക്സ് സ്ക്വയർ തീറ്റ 3 ആണെങ്കിൽ എന്താണ് ടാൻ റേസ് ടു 4 തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അതെത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കണക്കുകൾ കഴിഞ്ഞ ഫസ്റ്റ് മോഡലിനകത്ത് ചെയ്തു അല്ലേ, അതിനകത്ത് കുറേ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളിൽ വരുന്ന ഇക്വേഷൻസ് അന്നേരം തന്നെ പഠിക്കുക, കാരണം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. സി സ്ക്വയർ തീറ്റ, ഇതിൽ നിന്ന് നമുക്ക് ആദ്യം കാണാൻ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് സ്ക്വയർ തീറ്റ. സിക്സ് സ്ക്വയർ തീറ്റയെ നമുക്ക് എഴുതാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. ആദ്യം പഠിക്കേണ്ട ഇക്വേഷനാണ് സിക്സ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇന്നലെയും കുറേ ഇക്വേഷൻസ് നമ്മൾ കാണാൻ പഠിച്ചു, അതെല്ലാം കാണാൻ പഠിക്കുക. അതിൻ്റെ കൂടെ ഇനി അങ്ങോട്ട് പോകുന്ന കണക്കിനകത്തിലും വരുന്ന ഇക്വേഷൻസ് അങ്ങനെ അങ്ങ് കാണാൻ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ സിക്സ് സ്ക്വയർ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇത് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടുത്തെ കണക്കിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതേ നോക്കിയേ, സീക്ക് റേസ് ടു 4 തീറ്റയെ ഞാൻ എഴുതുന്നു സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ഫസ്റ്റ് ടേമായ സീക്ക് റേസ് ടു 4 തീറ്റയെ ഞാൻ എങ്ങനെ എഴുതി? സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കിട്ടിയാൽ ഇത് രണ്ടും കൂടെ ചെയ്താൽ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്ക് റേസ് ടു 4 തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി മൈനസ് സി സ്ക്വയർ തീറ്റ ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ചെയ്ത് നോക്കിയേ. ഈ സിക്സ് സ്ക്വയർ തീറ്റയ്ക്ക് വരെ ഞാൻ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ്, അതേപോലെ ഇവിടെ നോക്കിയേ സിക്സ് സ്ക്വയർ തീറ്റയ്ക്കും ഞാൻ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു? ഇതേ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈക്വൽ ടു 3. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ ഫസ്റ്റ് ടേം നോക്കിയേ. ഈ ഫസ്റ്റ് ടേം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. എവിടെയെങ്കിലും കേട്ട ഒരു ഇക്വേഷനായിട്ട് ഓർമ്മയുണ്ടോ? ഇത് നോക്കിയേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എന്താ എക്സ്പാൻഷൻ? എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. ഇങ്ങനെ കുറേ ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻസ് എന്നുള്ള. അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. പഠിച്ചു വെച്ചേക്കുക. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടേം നോക്കിയേ. ഇവിടെ എക്ക് പകരം 1 ആണ് കിടക്കുന്നത്, ബിക്ക് പകരം ടാൻ സ്ക്വയർ തീറ്റ എന്നാണ് കിടക്കുന്നത്. ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നോക്കിയേ, ഓരോ ടേമും എടുത്ത് എക്സ്പാൻഡ് ചെയ്തേ. ഇവിടെ എ സ്ക്വയർ അല്ലേ, എ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രൻ്റെ സ്ക്വയർ? 1ൻ്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്ന ആരാ? ടാൻ സ്ക്വയർ തീറ്റ, അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2a എന്ന് വെച്ചാൽ 1 ആണ്, ബി എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ തീറ്റ. അപ്പം 2 ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. 2 ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 അല്ലേ, എന്ന് വെച്ചാൽ എന്താ? 2 ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ എഴുതുകയാണ്. 1 സ്ക്വയറിൻ്റെ അർത്ഥം എത്ര? 1 എന്നാണ് അല്ലേ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതി. മനസ്സിലായോ? ഈ ഇക്വേഷന് പോലെ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണിത്.
ഇനി എന്താ കിടക്കുന്നത്? ദേ ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് അല്ലേ. ഈ മൈനസിനെ ഇതിനകത്തേക്ക് കയറ്റി ഗുണിക്കുക. ഈ മൈനസ് ബ്രാക്കറ്റിന് പുറത്താണ് അല്ലേ, മൈനസ് കിടക്കുന്ന ബ്രാക്കറ്റിന് പുറത്താണ്. ഈ മൈനസിനെ അകത്തേക്ക് കയറ്റി ഗുണിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ മൈനസ് ആണെങ്കിൽ രണ്ടുപേരെയും ഗുണിക്കണം, പ്ലസ് ആണെങ്കിൽ നമുക്ക് ഗുണിക്കുകയൊന്നും വേണ്ട. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇതേ മൈനസ് ഇൻറ്റു വൺ, മൈനസ് ഇൻറ്റു വൺ മൈനസ് വൺ. അടുത്ത മൈനസ് ഇൻറ്റു പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആവും. പഠിച്ചു വെച്ചേക്കുക. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആകും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്. ഓക്കെ ആണോ? അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും? മൈനസ് ആകും. മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3. ഇനി ഇവിടെ നോക്കിയേ, 1 അല്ലേ, 1ൻ്റെ ചിഹ്നം ഏതാ? പോസിറ്റീവ് 1 ആണ് അല്ലേ. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഹ്നം ഒന്നും കിടപ്പില്ല, ചിഹ്നം കിടപ്പില്ലെങ്കിൽ അതിനർത്ഥം അത് പോസിറ്റീവാണ്. അതുകൊണ്ട് +1 ആണ്. +1ഉം -1ഉം കൂടെ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. +1ഉം -1ഉം കൂടെ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഇനി നോക്കിയാൽ ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ, ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയേ, സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതിയെന്നാണ് പറഞ്ഞത്? സീക്ക് റേസ് ടു 4 തീറ്റ, സീക്ക് റേസ് ടു 4 തീറ്റ. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ റേസ് ടു 4 തീറ്റ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ടേമിന് പകരം ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതി? ടാൻ റേസ് ടു 4 തീറ്റ എന്ന് എഴുതി. ഇനി നോക്കിയേ, 2 ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ, 2 ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് വെച്ചാൽ 2 ടാൻ തീറ്റയിൽ നിന്ന്, രണ്ട് ടാൻ സ്ക്വയർ തീറ്റയിൽ നിന്നും ഒരു ടാൻ സ്ക്വയർ തീറ്റ കുറയ്ക്കുന്നു. 2 ടാൻ സ്ക്വയർ തീറ്റയിൽ നിന്നും ഒരു ടാൻ സ്ക്വയർ തീറ്റ കുറയ്ക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഒരു ടാൻ സ്ക്വയർ തീറ്റ അല്ലേ. രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണം കുറച്ചാൽ, 2 മാങ്ങയിൽ നിന്നും ഒരു മാങ്ങ പോയി കഴിഞ്ഞാൽ ബാക്കി എത്തുണ്ട്? ഒരു മാങ്ങ അല്ലേ. അത് തന്നെ ആലോചിക്കുക. ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ, ഓക്കെ, ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എത്ര എന്നാണ് കൊടുത്തേക്കുന്നത്? 3. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ടാൻ റേസ് ടു 4 തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതേ നോക്കിയേ, ടാൻ റേസ് ടു 4 തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ആൻസർ എത്ര ഇട്ടേക്കുന്നത്? 3. ആൻസർ എത്ര? 3. മനസ്സിലായോ? ദേ ഓപ്ഷൻ 4. മനസ്സിലായോ? 2 ഇക്വേഷനാണ് ഇതിനകത്ത് പഠിച്ചത്. ഏതൊക്കെ? ഒന്ന്, സീക്ക് സ്ക്വയർ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സീക്ക് സ്ക്വയർ തീറ്റ എന്തെന്ന് എഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോവിങ് സീരീസ്. താഴെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ടോ? ഒന്നാമത്തെ, രണ്ടാമത്തെ, 3 പടം കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ പടം മിസ്സിംഗ് ആണ്. ഇതൊരു സീരീസ് ആണ്. 4ാമത്തെ പടം എന്താണ്? മിസ്സിംഗ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്നും 4ാമത്തെ പടം എടുത്ത് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക്. ദേ ആദ്യത്തെ പടം ഒന്ന് നോക്കിയേ. ആദ്യത്തെ പടത്തിനകത്ത് ഇതേ ഒരു സർക്കിളുണ്ട്. അത് എല്ലാ പടത്തിനകത്തിനും സർക്കിളുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ദേ ഒരു ട്രയാങ്കിൾ കൊടുത്തേക്കുന്നുണ്ടോ? അത് ഇങ്ങനെ ട്രയാങ്കിൾ കൊടുത്തേക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ട്രയാങ്കിളിൻ്റെ ദേ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം, ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗം മേളോട്ട് പോയേക്കുന്നു. കണ്ടോ? അത് വെച്ച് ഇങ്ങനെ ഒരു സാധനം വരച്ചേക്കുന്നു. അടുത്തതിനെ നോക്കിയ 2ാമത്തെ പടം ഒന്ന് വിശകലനം ചെയ്താൽ 2ാമത്തെ പടത്തിനകത്ത് ഈ സർക്കിളുണ്ട്. ഈ ത്രികോണം നേരെ തിരിഞ്ഞ് കിടക്കുന്നു. കണ്ടോ? ഇങ്ങനെ കിടക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ കിടക്കുന്നു. ദേ ഫിഗർ എങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇവിടെ താഴെ അല്ലേ. മനസ്സിലായോ? അടുത്തതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്? ദേ ഇതിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ വരും? നമുക്കൊന്ന് വരച്ച് നോക്കാം. ദേ ഒരു സർക്കിൾ വരും. ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ട്രയാങ്കിളുള്ള പടം അതും അതിനുള്ളിൽ തന്നെ വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചുമ്മാ നമ്മളിരുന്നൊന്ന് 2-3 തവണ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് അടുത്ത് നോക്കിയേ, എ കേക്ക് ഈസ് ഷെയർഡ് എമംഗ് 5 ഫ്രണ്ട്സ്. ഒരു കേക്ക് 5 ഫ്രണ്ട്സ് തമ്മിൽ വീതിച്ചെടുക്കുന്നു. ഒരു കേക്ക് 5 ഫ്രണ്ട്സ് വീതിച്ചെടുക്കുന്നു. 4 ഫ്രണ്ട്സ് ടേക്ക് പാർട്ട് ഓഫ് ദി 1/8, 1/6, 5/12, 1/12. എന്താ പറഞ്ഞിരിക്കുന്നത്? 4 കൂട്ടുകാർ. അപ്പോൾ ഒരു കേക്ക് 5 പേർ ചേർന്ന് വീതിച്ചെടുത്തു. ഒരു കേക്ക് എത്ര പേര് ചേർന്ന് വീതിച്ചെടുത്തു? 5 പേര് ചേർന്ന്. നോക്കാം നമുക്ക്.
5 പേര് വീതിച്ചെടുത്തു. ഓക്കെ, അതിൽ ഓരോരുത്തർക്കും കിട്ടിയ ഭാഗം പറയുന്നുണ്ട് 1/8 ആദ്യത്തെ ആൾക്ക്, രണ്ടാമത്തെ ആൾക്ക് 1/6, മൂന്നാമത്തെ ആൾക്ക് 5/12, നാലാമത്തെ ആൾക്ക് 1/12. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആളത് നമുക്കറിയില്ല എത്ര ഭാഗമാണ് ആ കേക്ക് എന്ന് കണ്ടുപിടിക്കുക. എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു കേക്കാണ് ഇവരിങ്ങനെ വീതിച്ചെടുത്തത് 5 പേരായിട്ട്. മനസ്സിലായോ? ഒരു കേക്ക് 5 പേരായിട്ട് വീതിച്ചെടുത്തു. അത് 4 പേരുടെ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഈ അഞ്ചാമത്തെ ആൾ എത്ര ഭാഗമായിരിക്കും ആ കേക്ക് എടുത്തിട്ടുണ്ടാവുക? മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ദേ നമുക്ക് ഈ 5 പേർക്ക് കിട്ടിയത് കണ്ടോ? ഈ 5 പേർക്ക് അഞ്ചാമത്തെ ആൾക്ക് എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പം 4 പേർക്ക് കിട്ടിയ കണ്ടോ? 4 പേർക്ക് കിട്ടിയ ഭാഗം, ഈ 4 പേർക്ക് കിട്ടിയ ഭാഗം എത്രയായിരിക്കും എന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ 4 പേർക്കും കൂടെ ടോട്ടൽ എത്ര ഭാഗം കിട്ടിക്കാണും എന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. മനസ്സിലായോ? ഈ 4 പേർക്ക് ഈ കേക്കിൻ്റെ എത്ര ഭാഗമായിരിക്കും കിട്ടിയേക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്നും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ നിന്നും ഒരു കേക്കാണ് ഉണ്ടായിരുന്നത്. ആ കേക്കിൽ നിന്നും ഇവർ 4 പേരും കൂടെ എടുത്തത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ദേ ഇനി എത്ര ഭാഗം അവശേഷിക്കുന്നുണ്ട് എന്ന് കിട്ടും. ആ അവശേഷിക്കുന്ന ഭാഗം മാർക്കാ അഞ്ചാമത്തെ ആൾക്കുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഈ കേക്കിൻ്റെ 4 പേരൊരു ഭാഗം എടുത്തു. 4 പേരെടുത്ത ഭാഗം മൈനസ് ചെയ്താൽ നമുക്ക് അവിടെ ഉള്ള ഭാഗം കിട്ടും, അല്ലേ? ഇനി അവശേഷിക്കുന്ന ഭാഗം കിട്ടും. ആ അവശേഷിക്കുന്ന ഭാഗം ആർക്കുള്ളതാ? അഞ്ചാമത്തെ ആൾക്കുള്ളതാ. അവശേഷിക്കുന്ന ഭാഗം അഞ്ചാമത്തെ ആൾക്കുള്ളതാ. അത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ചെയ്തു നോക്കാം. അതിനെന്താ ചെയ്തത്? 1/8 പ്ലസ് 1/6 പ്ലസ് 5/12 പ്ലസ് 1/12, അല്ലേ? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. 1/12 ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഫ്രാക്ഷൻസ് നമുക്ക് കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേക്കണം? ഇവിടെയുള്ള ഡിനോമിനേറ്റേഴ്സ് എല്ലാം എടുക്കുക. 8, 6, 12, അല്ലേ? വീണ്ടും ഒരു 12 ഉണ്ട്. അതുകൊണ്ട് ഡിനോമിനേറ്റേഴ്സ് എല്ലാം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ ലെസ്സാഗു കാണുമോ നോക്കാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, 3, 6, 4, 3, 6 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 3, അല്ലേ? ചെയ്യാൻ പറ്റത്തില്ല. 3 / 2 ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 3 താത്രയ്ക്ക് അടുത്തത് 3 കിട്ടും, അല്ലേ? ഇത് ലെസ്സാഗു കാണുന്ന രീതിയാണ്. ലെസ്സാഗു കാണുന്ന രീതി വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. HCF ആൻഡ് LCM എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ HCF കാണാനും LCM കാണാനും അറിയാത്തവർ അതിനകത്തിൽ പോയി വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ നോക്കിയേ, അടുത്ത വീണ്ടും എത്ര? 3 കൊണ്ട് ചെയ്യാം, അല്ലേ? 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, 1, 1. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1, 1, 1. ഇങ്ങനെ 1, 1, 1 അവസാനം വരുന്നത് വരെ ചെയ്യണമെന്നാണ്. അപ്പോൾ നോക്കിയേ, 2 × 2 4, 4 × 3 12, 12 × 2 24. അപ്പോൾ ഇവിടുത്തെ ലെസ്സാഗു നമുക്ക് എത്ര എന്ന് കിട്ടി? 24. ലെസ്സാഗു എത്ര എന്ന് കിട്ടി? 24. അതായത് 24 നമുക്ക് ലെസ്സാഗു കിട്ടി. അതായത് ഇതിനകത്തിലെ ഓരോ ഫ്രാക്ഷനും എടുക്കുക, അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് 24 എന്നാക്കുക. ഓരോ ഫ്രാക്ഷനും എടുത്തിട്ട് ഡിനോമിനേറ്റർ എന്താക്കി എടുക്കുക? 24 എന്നാക്കി എടുക്കുക. ആദ്യത്തെ ഫ്രാക്ഷൻ നമ്മൾ എടുത്തു 8, അല്ലേ? 8 നമുക്ക് ഡിനോമിനേറ്ററാണ്, ഛേദമാണ്, അല്ലേ? ഛേദം എത്രയായിട്ട് കണ്ടുപിടിക്കണം? നമ്മൾ 24 എടുക്കണം ഛേദം. ഇവിടുത്തെ ലെസ്സാഗു നമുക്ക് 24 കിട്ടിയത്. അതുകൊണ്ട് ഓരോ ഛേദത്തെയും 24 കൺവേർട്ട് ചെയ്യുക. ഓരോ ഡിനോമിനേറ്ററിനെ നമ്മൾ 24 കൺവേർട്ട് ചെയ്യുക. 8നെ 24 ആക്കാൻ എന്ത് ചെയ്യണം? 8നെ 24 ആക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, 3 കൊണ്ട് ഗുണിക്കണം. 8 × 3 24. താഴെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നോ അയാളെ തന്നെ കൊണ്ട് ന്യൂമറേറ്ററും ഗുണിക്കുക, അംശവും ഗുണിക്കണം. അപ്പം നമുക്ക് ആൻസർ കിട്ടി 3/24. അപ്പം 1/8 വരെ ഞാൻ എന്തെഴുതി? 3/24 എന്നെഴുതി. 3/24 പ്ലസ് അടുത്ത ആളെ എടുക്കുന്നു 1/6. ഇയാളെയും എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ 24, ഛേദം 24 വരുന്ന രീതി മാറ്റണം. 6നെ 24 ആക്കാൻ എന്ത് ചെയ്യണം? 6 × 4 ചെയ്യണം. 6, 4, 24, ഇല്ലേ? അപ്പം മേളിലും എന്ത് ചെയ്യണം? നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 4/24 എന്നായി. 4/24. ഓക്കെ, 4/24 പ്ലസ് 5/12. 5/12, അല്ലേ? അടുത്ത ഫ്രാക്ഷൻ 5/12. നോക്കിയാൽ 12നെ നമുക്ക് 24 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 തന്നെ ചെയ്യണം, അല്ലേ? അപ്പം മുകളിലും അംശത്തിലും ന്യൂമറേറ്ററിലും എന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 10/24 എന്ന് കിട്ടും. 10/24.
ഇനി 1/12 മാറ്റാനോ 1/12 ഇതേ നോക്കിയേ 12 എന്താകണം 24 ആകണം. അതിന് 2 കൊണ്ട് ഗുണിക്കണം, അതേ 2 കൊണ്ട് ന്യൂമറേറ്ററിലും ഗുണിക്കണം. അപ്പം 2/24 എന്ന് കിട്ടും. 2/24 കണ്ടോ, എല്ലാവരുടെയും ഛേദം അല്ലെങ്കിൽ എല്ലാവരുടെയും ഡിനോമിനേറ്റർ എന്തായി, നമ്മൾ 24 ആയി. എന്തിനു വേണ്ടി നമ്മളിങ്ങനെ 24 ആക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുന്നത്, എങ്ങനെയൊക്കെ കൂട്ടാം, ഇക്വേഷൻ വെച്ച് എങ്ങനെ കൂട്ടാം, അല്ലാതെ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ കൂട്ടാം പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വൃത്തിയായി ഫ്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏത് കണക്കെടുത്താലും നമുക്ക് ഫ്രാക്ഷൻ എന്നൊരു സാധനം ആ ഒരു കണക്കിനകത്തിൽ എവിടെയെങ്കിലും വരും. എവിടെയെങ്കിലും ഒരു ക്രിയ എന്തായിരിക്കും, ഫ്രാക്ഷൻ ആയിരിക്കും. ഫ്രാക്ഷൻ കൂട്ടാനോ ഗുണിക്കാനോ ഹരിക്കാനോ കുറയ്ക്കാനോ ഈക്വലിട്ടോ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അവിടെ വരും. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വൃത്തിയായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് കാണുക, മനസ്സിലാക്കുക, എന്നിട്ടേ നമുക്ക് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും എന്ത് വരും, ഫ്രാക്ഷൻ വരും. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് 24 ആക്കിയത്, ഡിനോമിനേറ്റർ 24 ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇത്രയും ഫ്രാക്ഷനെ 4 ഫ്രാക്ഷൻ കൂട്ടാൻ തന്നിരിക്കുന്നു അല്ലേ. ഈ ഫ്രാക്ഷനെ കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഡിനോമിനേറ്റർ എന്താക്കിയിട്ടെടുത്തത് 24 എന്ന് കണ്ടുപിടിച്ചത്. എന്തിനാ 24 എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം ലസാഗു കാണുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ആ 24ലേക്ക് എന്ത് ചെയ്തു, എല്ലാ ഡിനോമിനേറ്ററിനെയും മാറ്റി. ഇനി എന്ത് ചെയ്യണം, ദേ നോക്കിയേ, ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ, എല്ലാ ഡിനോമിനേറ്ററും 24 അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ 24 അങ്ങ് എടുക്കും. എല്ലാ ഡിനോമിനേറ്ററും 24 ആയതുകൊണ്ട് ആൻസറിനകത്തിലെ ഡിനോമിനേറ്റർ എത്രയായിരിക്കും, 24 ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി അങ്ങ് എഴുതണം. നോക്കിയേ, 3 + 4 7, 7 + 10 17, 17 + 2 19. മനസ്സിലായോ? എത്ര? 3 + 4 7, 7, 7 + 10 17, 17 + 2 19. ഓക്കെ. അപ്പം നമ്മുടെ ഫ്രാക്ഷൻ കിട്ടി 19/24. 19/24 നമ്മുടെ ഫ്രാക്ഷൻ കിട്ടി എത്ര? 19/24. ഇനി ഈ 19/24 എന്ന് വെച്ചാൽ എന്താ? ഈ 4 പേരും കൂടെ പങ്കിട്ടെടുത്തതാണ് 19/24 എന്നുള്ള ഭാഗം അല്ലേ. അപ്പോൾ ഒരു കേക്കിൻ്റെ 5 ഭാഗങ്ങളിൽ ഒരു കേക്കിനെ നമ്മൾ 5 ആയിട്ട് എടുത്തതിൽ അതിൽ 4 ഭാഗം അല്ലെങ്കിൽ 4 പേരെടുത്ത ഭാഗമാണ് 19/24. ഇനി എത്ര ഭാഗം അവിടെ അവശേഷിക്കുന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്? ഈ ഒന്നിൽ നിന്നും നമ്മൾ ആരെ കുറയ്ക്കും? 19/24 കുറയ്ക്കും. ഒന്നിൽ നിന്നും എന്ത് ചെയ്യും? 19/24 കുറയ്ക്കും. ഒന്നിൽ നിന്നും 19/24 നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇവിടെയും 2 ഫ്രാക്ഷൻ ആണല്ലേ. ഏത് നമ്പറിൻ്റെയും താഴെ എന്തുണ്ട്? ഡിനോമിനേറ്ററായിട്ട് 1 കിടപ്പുണ്ട്, ഹൈഡായി കിടക്കുവാണ്. അപ്പോൾ ഏത് നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷനുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് 2 ഫ്രാക്ഷൻ തമ്മിൽ കുറയ്ക്കാൻ തന്നേക്കുമല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമേ 1 × 24 എഴുതണം, മൈനസ് 1 × 19 എഴുതണം, ഡിവൈഡഡ് ബൈ 1 × 24. കണ്ടോ, ഇങ്ങനെ ഫ്രാക്ഷൻ ചെയ്യുന്നത്. 24 നിന്നും 19 പോയാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5/24. അപ്പോൾ 5ാമത്തെ കിട്ടുന്ന ഭാഗമാണ് 5/24. മനസ്സിലായോ? ബാക്കി 4 പേരും കൂടെ എടുത്ത ഭാഗം എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 19/24. ഈ 4 പേരും കൂടെ എടുത്ത ഭാഗമാണ് 19/24. ഒരു കേക്കിൽ നിന്നും 90/24 മാറിക്കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന ഭാഗം 5ാമത്താക്കുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? 1ൽ നിന്നും 19/24 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 5/24. 5ാമത്താക്ക് കിട്ടുന്നത് എത്ര? 5/24 ആണ്. മനസ്സിലായോ? അപ്പോൾ ഫ്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കേണ്ട അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫിഗേഴ്സ് കം നെക്സ്റ്റ്? ഇവിടെ ഒരു 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്. 1 2 3 അല്ലേ. 4ാമത് വരുന്ന ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിന് ഓപ്ഷനകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഈ 3 ഫിഗർ തമ്മിൽ എന്തോ ഒരു പ്രത്യേകത കാണും. ആ പ്രത്യേകത അനുസരിച്ച് 4ാമത്തെ ഫിഗർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നോക്കിയേ, ആദ്യത്തെ ഫിഗറിനകത്ത് കിടക്കുന്ന സൈനുകൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതേ ആദ്യത്തേനകത്തിൽ ഓക്കെ, ഞാൻ ആദ്യം 4 കോളം അങ്ങ് വരയ്ക്കുക. കണ്ടോ, 4 കോളം. അതിനകത്ത് 4 സിമ്പിളാണ് പറഞ്ഞേക്കുന്നത്. അതിനനുസരിച്ച് 4 കോളം അങ്ങ് വരച്ചു. ആദ്യത്തെ സിമ്പിൾ നോക്കുന്നു. ഇതേ നോക്കിയേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ അല്ലേ. ഇതേ ഈ സിമ്പിൾ ആദ്യത്തേനകത്ത് ഇവിടെ ആയിരുന്നു. ആദ്യത്തേനകത്ത് ഫസ്റ്റ് കോളത്തിൽ, രണ്ടാമത്തേനകത്ത് 2ാമത്തെ കോളത്തിൽ വന്നു അല്ലേ. 3ാമത്തെ ഫിഗറിൽ നേരെ താഴെ വന്നു. ഇവിടുന്ന് നേരെ താഴെ വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ പാത്ത് പോകുന്ന കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു,
ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു അല്ലേ. ഇതേ നോക്കിയേ ഇവിടം വരെത്തി. അടുത്തതിനകത്ത് എന്തായിരിക്കും, ഇവിടുന്ന് എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം അല്ലേ. അപ്പോൾ നാലാമത്തെ ഫിഗറിനകത്ത് ഈ അടയാളം എങ്ങോട്ട് വരണം, ദേ ഇങ്ങോട്ട് വരണം. ദേ ഒന്ന് വരച്ചു നോക്കാം. നാലാമത്തേനകത്ത് ഈ അടയാളം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടാണ് അത് ഫിഗർ വരേണ്ട അല്ലേ. ഒന്നാമത്തെ ഫിഗർ വരേണ്ട കോളം ദേ ഇതാണ്, അത് നമുക്ക് മനസ്സിലായി. ഇനി നോക്കി ഇതിനകത്തിൽ ആരോയ്ക്കകത്ത് എന്തോ പ്രത്യേകത ഉണ്ട്. ദേ ഇവിടെ നോക്കിയേ, ആദ്യത്തെ പടത്തിൽ ദേ ഇങ്ങനെ കിടക്കുക അകത്തുള്ള ട്രയാങ്കിൾ അല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുക. രണ്ടാമത്തേനകത്ത് ഇതേ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നു. ആദ്യത്തേനകത്ത് താഴോട്ട് വരച്ചു വെച്ചു, രണ്ടാമത്തേനകത്ത് ഇങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുന്നു, മൂന്നാമത്തേനകത്ത് ഇതേ ഇങ്ങനെ വരച്ചേക്കുന്നു അല്ലേ, ഇങ്ങനെ മേളിലോട്ട് വരച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാലാമത്തേനകത്ത് ഇതേ ഇങ്ങനെ വരും അല്ലേ. മനസ്സിലായോ പറഞ്ഞത്? ഇതിനകത്ത് ആദ്യത്തെ പടത്തിൽ ഇങ്ങനെ ഡയറക്ഷൻ താഴോട്ടാണ് ആരോടെ കിടക്കുന്നത്. രണ്ടാമത്തേനകത്ത് ആരോ അല്ല, ആ ട്രയാങ്കിൾ കിടക്കുന്നത്. രണ്ടാമത്തേനകത്ത് ഇങ്ങോട്ടാണ് ട്രയാങ്കിൾ കിടക്കുന്നത്. മൂന്നാമത്തേനകത്ത് ഇതേ മേളിലോട്ട് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാലാമത്തേനകത്തിൽ എന്തായിരിക്കും, ഇങ്ങോട്ട് കിടക്കുന്നു. അപ്പോൾ നാലാമത്തേനകത്തിലെ ഫിഗർ നമുക്ക് ഏകദേശം തെളിഞ്ഞു. ഇതേ ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇവിടെയും ഇവിടെ ഓരോ വര. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫിഗർ. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, LU ഇവിടെ കിടക്കുമായിരുന്നു, അത് എങ്ങോട്ടേക്ക് വന്നു, രണ്ടാമത്തെ പടത്തിൽ താഴേക്ക് വന്നു അല്ലേ, ഇങ്ങോട്ടേക്ക് വന്നു. രണ്ടാമത്തെ പടത്തിൽ ഇങ്ങോട്ട് വന്നു. മൂന്നാമത്തെ പടത്തിലോ ദേ ഇവിടെ വന്നു. നാലാമത്തെ പടത്തിൽ എന്തായിരിക്കും, ഇവിടെ പോവും. ആ LU എന്ന് എഴുതിയേക്കുന്ന സാധനം എവിടെ പോവും, ദേ ഇങ്ങോട്ട് പോവും. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിയേ, ദേ ഇവിടെ കണ്ടോ, ഒരു പ്ലസ് ഓർ മൈനസും സൈഡിൽ 2 സ്റ്റാറും കിടക്കുന്നത്. ഇത് നോക്കി, ഒന്നാമത്തെ ഫിഗർ ഇവിടെ കിടക്കുക, രണ്ടാമത്തെ ഫിഗർ അത് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. മൂന്നാമത്തെ ഫിഗർ അത് ഇവിടെ വന്നു. നാലാമത്തെ ഫിഗർ എവിടെ വരും, ദേ ഇവിടെ വരും അല്ലേ. നാലാമത്തെ ഫിഗറിൽ ഇവിടെ വരും. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ദേ ഇവിടെ പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിനോട് സാമ്യമുള്ള ഏതൊക്കെ പടം ഉണ്ടെന്ന് നോക്കിയേ. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ പടം അതിനോട് സാമ്യം ഉണ്ടെന്ന് നോക്കിയതേ. ഈ പടം അല്ലേ, ഒന്നാമത്തെ, ഈ മൂന്നാമത്തെ പടം. അടുത്ത ഏതാ, വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ദേ ഈ പടവും ഉണ്ട് കണ്ടോ. ഇത് രണ്ടും ഇത്രയും കാര്യങ്ങൾ സെയിമാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യം സെയിമാണ്. അടുത്ത ഒരു ഇത് നോക്കിയതേ, ഇവിടെ 2 പ്ലസ് ഓർ മൈനസ് കിടക്കുന്നു. ഒന്നാമത്തെ പടത്തിൽ 2 പ്ലസ് ഓർ മൈനസ് കിടപ്പുണ്ട്. രണ്ടാമത്തെ പടത്തിൽ അതൊരു പ്ലസ് ഓർ മൈനസ് ആയി, ഒരു പ്ലസ് ഓർ മൈനസ്. വീണ്ടും അടുത്ത പടത്തിൽ 2 പ്ലസ് ഓർ മൈനസ് കിടപ്പുണ്ട്. അടുത്ത പടത്തിൽ എന്തായിരിക്കും, ഒരു പ്ലസ് ഓർ മൈനസ് കിടക്കും അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതാ, D എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. മനസ്സിലായോ? അപ്പോൾ അതിനകത്തിലെ ഓരോ ഫിഗർ എവിടെ കിടക്കുന്നു, ആ ഓരോ ഫിഗറിനും എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കിയേ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിനകത്ത് നിന്ന് ഒറ്റപ്പെട്ടതിനെ പുറത്തേക്ക് എടുക്കുക. നോക്കാം. ഇത് നോക്കിയേ, ഇവിടെ ഇതിനൊരു മിറർ വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ചേക്കുന്ന ഒരു മിററാണെന്ന് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നിഴൽ എങ്ങനെ വരും, താഴെ മിറർ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിബിംബം എങ്ങനെ വരും, നോക്കിയത് ഇങ്ങനെ വരും അല്ലേ. അടുത്തതിൻ്റെ നോക്കിയേ, വി എഴുതിയേക്കുന്നത് ഇങ്ങനെ വരും. കറക്റ്റ് അല്ലേ. അടുത്ത N എഴുതിയേക്കുന്നതുണ്ടോ, N ഇങ്ങനെ എഴുതിയേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രതിബിംബം എങ്ങനെ വരുമായിരിക്കും, ദേ ഇങ്ങനെ വരും, ദേ ഇങ്ങനെ വരും അല്ലേ. പക്ഷേ അങ്ങനെയാണോ എഴുതിയേക്കുന്നത്, അല്ലാതെ ഇങ്ങനെയാണ് പ്രതിബിംബം വരേണ്ടത് അല്ലേ, ഇങ്ങനെ വരണമായിരുന്നു. അപ്പം തെറ്റേതാ, ഇതിനകത്ത് തെറ്റേതാ, മൂന്നാമത്തെ C ആണ് തെറ്റ്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ സൈൻ A പ്ലസ്, വീണ്ടും ഒരു കണക്ക്, സൈൻ A പ്ലസ് സൈൻ B ഡിവൈഡഡ് ബൈ കോസ് A മൈനസ് കോസ് B പ്ലസ് കോസ് A പ്ലസ് കോസ് B ഡിവൈഡ് ബൈ സൈൻ A മൈനസ് സൈൻ B. ഓക്കെ, കുറേ ഇക്വേഷൻസ് കാണാൻ പഠിക്കണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനകത്തിൽ തന്നെ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് കാണാൻ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് നോക്കാം, ഏതാണെന്ന് നോക്കാം. ഒരു 4 ഇക്വേഷൻസ് എഴുതി തരാം. ആ 4 ഇക്വേഷൻസ് എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. ദേ സൈൻ A പ്ലസ് സൈൻ B ഈക്വൽ ടു, സൈൻ A പ്ലസ് സൈൻ B ഈക്വൽ ടു 2 സൈൻ A പ്ലസ് B ഡിവൈഡഡ് ബൈ 2 സൈൻ A പ്ലസ് B ഡിവൈഡ് ബൈ 2 കോസ് A മൈനസ് B ഡിവൈഡ് ബൈ 2. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ, സൈൻ A പ്ലസ് സൈൻ B ഈക്വൽ ടു 2 സൈൻ A പ്ലസ് B ബൈ 2 കോസ് A മൈനസ് B ബൈ 2. ഓക്കെ, അടുത്ത ഇക്വേഷൻ പഠിക്കുക. സൈൻ A മൈനസ് സൈൻ B, സൈൻ A മൈനസ് സൈൻ B ഈക്വൽ ടു 2
2 cos a plus b 2 cos a plus b by 2 sin a minus b by 2. ഓക്കെ, കണ്ടോ? അപ്പം രണ്ട് ഇക്വേഷൻസ് പഠിച്ചോ. സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഇനി ഇത് തിരിഞ്ഞു വരും, കണ്ടോ? കോസ് ആദ്യം വരും, സൈൻ പിന്നീട് വരും. ദേ സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. എളുപ്പമല്ലേ? സൈൻ എ സൈൻ ബി സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അടുത്ത സൈൻ എ മൈനസ് സൈൻ ബി ആണെങ്കിലോ ഇത് നേരെ തിരിച്ചു വരും. 2 കോസ് ആദ്യം വരും, 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. രണ്ടെണ്ണം പഠിച്ചോ. ഇനി അടുത്ത് നോക്കിക്കോ. കോസ് എ പ്ലസ് കോസ് ബി കോസ് എ പ്ലസ് കോസ് ബി കോസ് എ പ്ലസ് കോസ് ബി എന്ത് വരും? കോസ് എ പ്ലസ് കോസ് ബി 2 കോസ് എ പ്ലസ് ബി 2 കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബി എ മൈനസ് ബി ബൈ 2. സോറി, 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. നോക്കിയേ, കോസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ആദ്യം കോസ് വന്നത്. ഇവിടെ രണ്ടിടത്തും കോസ് ആണ്, കണ്ടോ? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒന്നുമില്ല, രണ്ടിടത്തും കോസ് ആണ്. അപ്പോൾ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. അങ്ങനെയാണെങ്കിൽ കോസ് എ മൈനസ് കോസ് ബി കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു -2 സൈൻ എ പ്ലസ് ബി -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യം എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാ? സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അടുത്ത കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ കണ്ടുവച്ച് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, സൈൻ എ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. സൈൻ എ പ്ലസ് സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി പ്ലസ് കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി. ഓക്കെ, മനസ്സിലായത്? ഇവിടെ നോക്കിക്കേ, സൈൻ എ പ്ലസ് ബി സൈൻ എ പ്ലസ് സൈൻ ബി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇതിന് പകരം, കണ്ടോ, ഇത്രയും ടേമിന് പകരം ആരെ കൊടുക്കണം? ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കണം. മനസ്സിലായോ? അടുത്ത ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി ഇതേ അടുത്ത ഇക്വേഷൻ. അടുത്ത പ്ലസ് കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി ഇതേ സൈൻ എ മൈനസ് സൈൻ ബി. കണ്ടോ, ഇതിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഓക്കെ, അപ്പം വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് ഇട്ട് നോക്കാം. ഇതേ നോക്കിയേ, സൈൻ എ പ്ലസ് സൈൻ ബിക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തിന് വാല്യൂ കൊടുത്തു. സൈൻ എ സൈൻ ബിക്ക് പകരം നമ്മൾ വാല്യൂ കൊടുത്തു 2 സൈൻ എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് വാല്യൂ കൊടുത്തു. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് വാല്യൂ കൊടുത്തു. അടുത്ത വാല്യൂ നോക്കിയേ, കോസ് എ മൈനസ് കോസ് ബി എന്തായിരുന്നു? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, അതിനും വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞ് പ്ലസ് നോക്കിയേ, കോസ് എ പ്ലസ് കോസ് ബി എന്ന് വെച്ചാൽ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. താഴെ നോക്കിയേ, സൈൻ എ മൈനസ് സൈൻ ബി എന്തായിരുന്നു? 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ നമ്മൾ എടുത്ത് എഴുതി. ഇനി ഒരേപോലുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇതേ നോക്കിയേ, സൈൻ എ പ്ലസ് ബി ബൈ 2 2 സൈൻ എ പ്ലസ് ബി ബൈ 2 താഴത്തെ
ടു സൈൻ എ പ്ലസ് ബി ബൈ ടു നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഈ മൈനസ് മാറ്റി നിർത്തിക്കൊണ്ട് ടു സൈൻ എ പ്ലസ് ബി ബൈ ടുവും ടു സൈൻ എ പ്ലസ് ബി ബൈ ടു നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ നോക്കി ടു കോസ് എ പ്ലസ് ബി ബൈ ടുവും ക്യാൻസൽ ചെയ്യാം, താഴത്തെ ടു കോസ് എ പ്ലസ് ബി ബൈ ടുവും ക്യാൻസൽ ചെയ്യാം. ബാക്കി അവശേഷിക്കുന്ന എന്തുണ്ട്, കോസ് എ മൈനസ് ബി ബൈ ടു ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ എ മൈനസ് ബി ബൈ ടു. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡോ പ്ലസ്, ഇവിടെ ബാക്കി അവശേഷിക്കുന്നത് കോസ് എ മൈനസ് ബി ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് ബി ബൈ ടു ഇത്ര അവശേഷിക്കും അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, കോസ് എ മൈനസ് ബി ബൈ ടു ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ എ മൈനസ് ബി ബൈ ടു. എന്താ ആൻസർ നോക്കിയേ, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, എന്ത് കിട്ടും, കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ എന്ന് കിട്ടും. കോട്ട് തീറ്റ പഠിച്ചു വെച്ചേക്കുക, കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പറയാം, നോക്കിയേ, കോസ് എ മൈനസ് ബി ബൈ ടു ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ എ മൈനസ് ബി ബൈ ടു. എന്താ ആൻസർ, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ എന്തെന്ന് എഴുതാം, മൈനസ് കോട്ട് എ മൈനസ് ബി ബൈ ടു എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, പ്ലസ് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ കോസ് എ മൈനസ് ബി ബൈ ടു ഡിവൈഡ് ബൈ സൈൻ എ മൈനസ് ബി ബൈ ടു. അത് നമുക്ക് എന്ത് എഴുതാം, കോട്ട് എ മൈനസ് ബി ബൈ ടു എന്ന് എഴുതാം. എന്ന് എഴുതാം. നോക്കിയേ, മൈനസ് കോട്ട് എ മൈനസ് ബി ബൈ ടു പ്ലസ് കോട്ട് എ മൈനസ് ബി ബൈ ടു എന്ത് കിട്ടും നമുക്ക് ആൻസർ. ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു പ്ലസും അല്ലേ, രണ്ടും ഒരേ ടേമാണ് കിടക്കുന്നത്, ഒന്ന് മൈനസും ഒന്ന് പോസിറ്റീവ്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്താ അവശേഷിക്കും, 0 അവശേഷിക്കും അല്ലേ, 0. ആൻസർ എത്ര കിട്ടും നമുക്ക്, 0 എന്ന് കിട്ടും. എന്താണ്, സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി, അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എന്താണ് കോസ് എ മൈനസ് കോസ് ബി, അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. കോസ് എ പ്ലസ് കോസ് ബി വാല്യൂ ഇട്ട് കൊടുക്കുന്നു. സൈൻ എ മൈനസ് സൈൻ ബി വാല്യൂ ഇട്ട് കൊടുക്കുന്നു. വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a driver drives a car 50 meter per second, then how much distance is covered by him in 3 hours 20 minutes? എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഡ്രൈവർ അയാളുടെ കാറ് 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഓടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ബൈ ഇൻ 3 hours 20 minutes. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് അദ്ദേഹം എത്ര ദൂരം കവർ ചെയ്യും, എത്ര ദൂരം പിന്നിടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അയാൾ ഓടിക്കുന്ന സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 3 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് അയാൾ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഇവിടെ നോക്കിയേ, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു അല്ലേ. എന്താ ഇതിന് അർത്ഥം എന്നറിയാവോ? ഒരു സെക്കൻഡിൽ, ഇതിനർത്ഥം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ദൂരം പോവും, 15 മീറ്റർ പോവും എന്നാണ് അർത്ഥം. ഒരു സെക്കൻഡിൽ 15 മീറ്റർ, അതാണ് ഈ മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ 15 മീറ്റർ പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര, 3 ഹവറും 20 മിനിറ്റും 3 ഹവറും 20 മിനിറ്റും കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ദേ നോക്കിയേ, 3 ഹവറിനെ നമുക്ക് സെക്കൻഡിലോട്ടൊന്ന് കൺവെർട്ട് ചെയ്യാം. 3 ഹവറിനെ സെക്കൻഡിലോട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ 3 × 60 ആദ്യം ചെയ്യണം. 3 × 60 അപ്പോൾ എത്ര മിനിറ്റ് ആണെന്ന് കിട്ടും. ഹവർ ആദ്യം എന്തിലേക്ക് മാറും, മിനിറ്റിലേക്ക് മാറും. അത് കഴിഞ്ഞ് എന്തിലേക്ക് മാറും, സെക്കൻഡിലേക്ക് മാറും അല്ലേ. അപ്പോൾ ഈ ഹവറിൽ കിടക്കുന്നതിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ×16 ചെയ്യണം. ×16 ചെയ്യുമ്പോൾ നമുക്ക് മിനിറ്റ് കിട്ടും. വീണ്ടും ഒരു ×60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, സെക്കൻഡ് കിട്ടും. കാരണം എന്താ, നമുക്കറിയാം 60 സെക്കൻഡ് കൂടുമ്പോഴാണ് എന്താവുന്നത്, ഒരു മിനിറ്റ് ആകുന്നത് അല്ലേ. അങ്ങനെ 60 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു മണിക്കൂർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ×60 ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കിയേ, 3 ഹവറിനെ ആദ്യം നമ്മൾ മിനിറ്റിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ×60 ചെയ്യുന്നു. ഇനി അതിനെ നമ്മൾ വീണ്ടും സെക്കൻഡിലോട്ടാക്കുന്നു, വീണ്ടും ×60 ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 3 × 60 × 60 എത്ര കിട്ടുമെന്ന് നോക്കാം.
10,800 എന്ന് ആൻസർ കിട്ടും. 10,800 സെക്കൻഡ്. 10,800 സെക്കൻഡ്. അപ്പോൾ 3 മണിക്കൂറെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 10,800 സെക്കൻഡ്. ഇനി എന്ത് കിടപ്പുണ്ട്? 20 മിനിറ്റും കൂടെ കിടപ്പുണ്ട് അല്ലേ? 20 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? ദേ നോക്കി, 20 മിനിറ്റ്. 20 മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ ദേ ഇവിടെ കിടക്കുന്നു, കണ്ടോ? മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം ഇല്ലയോ? ഇൻറ്റു 60. ആൻസർ എത്ര കിട്ടും? 1,200 എന്ന് കിട്ടും. ആൻസർ 1,200. അപ്പം 3 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,800 സെക്കൻഡ്. 20 മിനിറ്റ് എന്ന് വെച്ചാൽ 1,200 സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3 അവർ എന്ന് പറയുന്നത് 10,800 സെക്കൻഡാണ്. അതിൻ്റെ കൂടെ 20 മിനിറ്റും കൂടെ കൂട്ടണം അല്ലേ? 1,200 കൂടെ കൂട്ടുക. എത്ര കിട്ടും നമുക്ക്? 12,000 സെക്കൻഡ് എന്ന് കിട്ടി. എത്ര എന്ന് കിട്ടി? 12,000 സെക്കൻഡ്. 12,000 സെക്കൻഡ്. 12,000 സെക്കൻഡ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു 1 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ ഓടുന്ന വണ്ടി 1 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ ഓടുമെങ്കിൽ 12,000 സെക്കൻഡ് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടുമായിരിക്കും? എത്ര മീറ്റർ ഓടുമായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 15 ചെയ്യാം അല്ലേ? 12,000 ഇൻറ്റു 15 എത്ര കിട്ടും? 12,000 ഇൻറ്റു 15. ആൻസർ 1,80,000 എന്ന് കിട്ടി. 1,80,000. 1,80,000 എന്ന ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 3 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? എത്ര ദൂരം കവർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 1,80,000 മീറ്റർ. 1,80,000 മീറ്റർ അല്ലേ? ഇവിടെ മീറ്റർ എന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് 1,80,000 മീറ്റർ കവർ ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? പക്ഷേ നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്ന എല്ലാം എന്തില്ല? കിലോമീറ്ററിലാണ്. അപ്പോൾ ഈ മീറ്ററിൽ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുക? കിലോമീറ്ററിലോട്ടാക്കുക. എത്രയാ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ് അല്ലേ? 1000 മീറ്റർ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 1,80,000 മീറ്റർ എത്ര കിലോമീറ്റർ ആയിരിക്കും? എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഡിവൈഡ് ബൈ 1000. മീറ്ററിനെ കിലോമീറ്റർ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. മീറ്ററിനെ കിലോമീറ്റർ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഇനി കിലോമീറ്ററിനെയാണ് മീറ്ററിലോട്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. ഇൻറ്റു 1000 ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? മീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, 1,80,000 മീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഡിവൈഡഡ് ബൈ 1000. ഡിവൈഡ് ബൈ 1000. ഇത് ക്യാൻസൽ ചെയ്ത 0,0,0,0 വെട്ടി അല്ലേ? ബാക്കി എത്ര അവശേഷിക്കും? 180 കിലോമീറ്റർ എന്ന് കിട്ടി. 180 കിലോമീറ്റർ. ഓപ്ഷൻ 4. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഡ്രൈവർ എത്ര സ്പീഡിലാണ് പോകുന്നത്? 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. അതായത് 1 സെക്കൻഡിൽ 15 മീറ്റർ എത്തുന്ന സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് അയാൾ എത്ര ദൂരം എത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 മണിക്കൂറും 20 മിനിറ്റും അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. മണിക്കൂറിനെ സെക്കൻഡിലാക്കണമെങ്കിൽ 60 ഇൻറ്റു 60 ചെയ്യണം അല്ലേ? ഇൻറ്റു 60 എന്ന് വെച്ചാൽ ആദ്യം മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ നിന്നും മിനിറ്റിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുക? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത 20 മിനിറ്റിന് നമ്മൾ വീണ്ടും സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 ഇൻറ്റു 60. എന്നിട്ട് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 12,000 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 1 സെക്കൻഡിൽ 15 മീറ്റർ എങ്കിൽ 12,000 സെക്കൻഡിൽ എത്ര മീറ്റർ? ഇൻറ്റു 15. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1,80,000 മീറ്റർ. പക്ഷേ ഓപ്ഷനകത്ത് നമുക്ക് കിലോമീറ്റർ ആണ് തന്നേക്കുന്നത്. നമ്മളിപ്പം പഠിച്ചു മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഇനി കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. അപ്പോൾ ഇവിടെ മീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കുക, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 180 കിലോമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ നോക്കിയേ, ദ ഗിവൺ പൈ ചാർട്ട് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ. ദ ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ യൂണിറ്റ്സ് മാനുഫാക്ചേഴ്സ് ഈസ് 12,40,000. How many units of mobile phones were manufactured by company LMN? ഇവിടെ നോക്കിയേ, ഇതൊരു കമ്പനി.
ഈ തന്നിരിക്കുന്ന ഒരു പൈ ചാർട്ടാണ് അല്ലേ. ഈ പൈ ചാർട്ട് അതിനകത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഇൻഫർമേഷനാണ്. മൊബൈൽ ഉണ്ടാക്കുന്ന നിർമ്മാണ കമ്പനിയുടെ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ, ഇവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ മൊബൈൽ ഫോണിൻ്റെയും എണ്ണം എത്ര? 12,40,000. 12,40,000. എന്താ വെച്ചിരിക്കുന്നത്? ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് മൊബൈൽ ഫോൺ വെയർ മാനുഫാക്ചർഡ് ബൈ കമ്പനി LMN. ഇവിടെ നോക്കിയേ, ഇത് ABC എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കമ്പനി ഉണ്ടാക്കുന്ന ഭാഗം, ഇത് XYZ, ഇത് PQR, ഇത് DEF, ഇത് LMN. ഓക്കെ, ആകെ എത്ര കിട്ടുക? 12,40,000 ഫോൺസാണ് ഒരു വർഷം ഉണ്ടാക്കുന്നത്. ആകെ ഉണ്ടാക്കുന്നത് 12,40,000 മൊബൈൽ ഫോൺസാണ്. ഇന്ത്യയിൽ ആകെ ഉണ്ടാക്കുന്നത് 12,40,000 മൊബൈൽ ഫോണാണ്. അതിൽ ABC എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത് ഇത്രയും ഫോണിൻ്റെ 28% ഉണ്ടാക്കുന്ന ആരാ? ABC ആണ്. 12% ഉണ്ടാക്കുന്ന ആരാ? XYZ ആണ്. 25% ഉണ്ടാക്കുന്ന PQR ആണ്. 5% ഉണ്ടാക്കുന്ന DEF ആണ്. 30% ഉണ്ടാക്കുന്നതോ LMN ആണ്. എന്ന് വെച്ചാൽ 12,40,000-ൻ്റെ 30% ഉണ്ടാക്കുന്നത് ആരാണ്? LMN ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന LMN കമ്പനി എത്ര മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന, ഹൗ മെനി യൂണിറ്റ്സ്, എത്ര മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന? നമ്മളിപ്പം പറഞ്ഞു 12,40,000-ൻ്റെ 30% LMN എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത് അല്ലേ. അതായത് 12,40,000-ൻ്റെ 30% കാണുക. എങ്ങനെ 30% കാണുന്നത്? 12,40,000 ഇൻറ്റു 30/100 അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്തത്. ഇവിടെ ഒരു 0, ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അതായത് 1,24,000 ഇൻറ്റു 3, 1,24,000 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 3,72,000 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 3,72,000. ഡൗട്ട് വല്ലതും ഉണ്ടോ? അടുത്ത നോക്കുക. Okay, which of the answer figure is formed from the two shapes given the problem figure? ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഫിഗർ തന്നിട്ടുണ്ടല്ലേ. ഈ 2 ഫിഗർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിലേത് രൂപം കിട്ടുമെന്നാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന. ഏത് രൂപം കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, 2 ഫിഗർ ചേർന്ന് കഴിഞ്ഞാൽ ഓപ്ഷൻ B അല്ലേ. അതേ നോക്കിയേ, എങ്ങനെ ഇത് വരച്ചേക്കുന്നത് അല്ലേ. ഇത് ഒന്നാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗർ ഞാൻ താണ്ട് ഇവിടെ ചേർത്ത് വരച്ചു. കണ്ടോ, ഈ രൂപമല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ B. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അച്യുത് ഓപ്പൺസ് എ ടീ ഷോപ്പ് വിത്ത് ആൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 25,000. He spent 30% of his money in furnishing his shop and 20% in bringing other necessary accessories. How much money is he left with for purchasing inventory for his business? എന്താ പറഞ്ഞേക്കുന്നത്? അച്യുത് ഒരു ടീ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ടീ ഷോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ടീ ഷോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000. ഈ 25,000-ൽ നിന്നും 30% ഫർണിഷിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഫർണിഷിങ്ങിന് വേണ്ടി 30% ഉപയോഗിച്ചു. ഈ 25,000-ൻ്റെ 30% എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഫർണിഷിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതിൽ നിന്നും അടുത്ത 20% എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി 20% ഉപയോഗിച്ചു. 30% ഫർണിഷിങ്ങിന് ഉപയോഗിച്ചു, 20% അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ശതമാനം അല്ലെങ്കിൽ ബാക്കി എത്ര പൈസയുണ്ട് എന്തിനു വേണ്ടി? ഇതിനാവശ്യമുള്ള ഈ ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇനി എത്ര രൂപ കയ്യിലുണ്ട് എന്നാണ് ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? 25,000-ൻ്റെ 30% ഫർണിഷിങ്ങിന് ഉപയോഗിച്ചു, 20% ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ എന്നാണ് ചോദ്യം. നോക്കിയേ, 25,000-ൻ്റെ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ച കാശ് എന്ന് പറയുന്നത് 50% അല്ലേ. 25,000-ൻ്റെ 50% നമ്മൾ ഉപയോഗിച്ചു. 25,000-ൻ്റെ 50% നമ്മൾ ഉപയോഗിച്ചു അല്ലേ. ബാക്കിയുള്ള എത്ര % ആയിരിക്കും ബാക്കി ഇനി നമ്മുടെ കയ്യിലുണ്ടാവുന്നത്? 100 - 50 അല്ലേ. 100 - 50 മൊത്തം ശതമാനം പറയാം നമ്മൾ 100-ലല്ലേ. അപ്പോൾ 100-ൽ നിന്ന് 50 പോയാൽ ബാക്കി ഇനി എത്ര ഉണ്ട്? 50% ഉണ്ട് അല്ലേ. അപ്പം
അപ്പോൾ 50% നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. ഇനി 50% ഇനി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. 25,000-ൻ്റെ 50% നമ്മുടെ കയ്യിലുണ്ട്. ആ 50% എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. 25,000-ൻ്റെ 50% എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? 25,000 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്യുന്നു. 250 ഇൻറ്റു 50 എത്ര കിട്ടും നമുക്ക്? 12,500. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചിലവാക്കിയ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇനി ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചിലവാക്കിയ പെർസെൻറ്റേജ് 30 + 20 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി 50% നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ആ 50% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ മിറർ ഇമേജ് ഫോർ ദ ഫോളോവിങ് ഫിഗർ വെൻ ദ മിറർ ഈസ് കെപ്റ്റ് അറ്റ് ദ MN ലൈൻ. എന്താ പറയുന്നത്? ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിന് ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരുന്ന മിറർ ഇമേജ്? നമ്മൾ കണ്ണാടിക്ക് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രതിബിംബം കിട്ടും അല്ലേ. ആ പ്രതിബിംബം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആ പ്രതിബിംബം? ഈ ഒരു രൂപത്തിൻ്റെ പ്രതിബിംബം എന്തായിരിക്കും? എങ്ങനെ വരച്ച് നോക്കാം? നമ്മളിത് ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ രണ്ട് വരും. 2 ഹോള് വരും അല്ലേ. 2 സർക്കിൾസ് വരും. ഇനി നോക്കിയേ, ആദ്യം മിററിൽ കാണുന്നത് ഈ ഭാഗമായിരിക്കും. ഇതിനോട് ചേർന്ന് മിററിൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാച്ച് ലൈൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗം ഇവിടെ വരും അല്ലേ. ഇങ്ങനെ ആയിരിക്കും ഫിഗർ ഇരിക്കുന്നത്. അതായത് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്, മിററിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഇവിടാണ് ഹാച്ച് ലൈനെങ്കിൽ ഇതൊരു മിററാണെങ്കിൽ ഇവിടാണ് അതിൻ്റെ ഇമേജ് കിട്ടുന്നത് അല്ലേ. മിറർ ഇമേജ് കിട്ടുന്നത് ഇപ്പുറത്തെ സൈഡാണ്. ഓക്കെ, ഈ സൈഡിൽ എന്തുണ്ടോ അതായിരിക്കും ആദ്യം ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത നോക്കിയേ. വിച്ച് ദ പാറ്റേൺ റിസംബിൾസ് ക്ലോസർ ടു. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിനോട് സാദൃശ്യമുള്ള ഫിഗർ താഴെ ഉള്ളതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. ഇതേ നോക്കിയേ, ഇവിടെ ഏത് ഫിഗറാണോ തന്നേക്കുന്നത് അതേപോലത്തെ ഫിഗർ താഴെ ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിയേ, ഇവിടെ ഇങ്ങനൊരു രൂപം തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഡിസ്കും തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള രൂപം താഴെ എവിടെ കിടക്കുന്നു? ഇതേ ഓപ്ഷൻ എക്കകത്തിലുണ്ട്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഇതേ ഡയറക്ഷനിലല്ലേ ഇരിക്കുന്നത്, അതാണ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നമ്പർ X4461 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്പറാണ്. ആ നമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ ഇവിടെ മിസ്സിംഗ് ആണ്. അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്പറുകളാണ് 4461 എന്നുള്ളത്. ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് വെച്ചാൽ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 11 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് വാല്യൂ ഓഫ് എക്സ്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫേസ് വാല്യൂയും പ്ലേസ് വാല്യൂയും അല്ലേ. എന്താ ഫേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. ഇപ്പം 4ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 4 ആയിരിക്കും. 6ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 6 തന്നെ ആയിരിക്കും. അടുത്ത പ്ലേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കിടക്കുന്ന പ്ലേസിനെയും കൂടെ അത് കൺസിഡർ ചെയ്യും. അതായത് ഇവിടെ 6 കിടക്കുന്ന 10ൻ്റെ പ്ലേസിലാണ് അല്ലേ. 10ൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ സ്ഥാനത്തെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതാണ് പ്ലേസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പറാണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. ഓരോ നമ്പർ തന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, 4 കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ തിരിച്ചറിയാം. അങ്ങനെ നമ്മൾ ഏകദേശം 11, 12 വരെ നമ്മൾ പഠിച്ചു. 25ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പഠിച്ചു അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ ദയവ് ചെയ്ത് പോയി ആ ക്ലാസ്സുകളൊന്ന് കാണുക കേട്ടോ. ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് വെച്ച് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കിയേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഓഡ് നമ്പേഴ്സിൻ്റെ സം എടുക്കും. ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ X4461 അല്ലേ. ഇതിനകത്തിൽ ഓടിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇതേ നോക്കിയേ, ഇത് ഒറ്റയുടെ സ്ഥാനത്തല്ലേ 1ാമത്തെ നമ്പർ, ഇത് 2ാമത്തെ നമ്പർ, ഇത് 3ാമത്തെ നമ്പർ, ഇത് 4, ഇത് 5 നമ്പറുണ്ട് അല്ലേ. ഇതിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതെ 1, 3, 5 അല്ലേ. എന്ന് വെച്ചാൽ X4
1 ഇതാണ് ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പേഴ്സ്. ഇതിൻ്റെ സം എടുക്കുക x+4+1 അല്ലേ. x+4+1 എത്ര കിട്ടും? 5+x. 5+x ആണ് ഒറ്റയുടെ സ്ഥാനത്ത് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ സമ്മാണ് ഈ എടുത്തേക്കുന്നത്. അടുത്ത ഈവൻ പ്ലേസിൽ കിടക്കുന്ന സം എടുക്കുക. ഈവൻ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സം എടുക്കുക. നോക്കി, ഈവൻ നമ്പേഴ്സ് 2 അല്ലേ. 2 എന്ന് വെച്ചാൽ 2ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന നേരാ 4. അതേപോലെ 4ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന നേരാ 6. അപ്പം 4 + 6 10. 4 + 6 10. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ എടുത്തു, ഈവൻ നമ്പേഴ്സിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സം എടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുക എന്ന് വെച്ചാൽ 5+x-ൽ നിന്നും എന്ത് ചെയ്യുക? 10നെ കുറയ്ക്കുക. 5+x-ൽ നിന്നും എന്ത് ചെയ്യുക? 10നെ കുറയ്ക്കുക. അങ്ങനെ 10നെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 11 അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ 0 ആവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 11ൻ്റെ മൾട്ടിപ്പിൾ ആകുക. അപ്പോൾ ഒന്നെങ്കിൽ 0 ആകാൻ വേണ്ടി 0 ആകണമെങ്കിൽ നോക്കിയേ, ഈ എക്സിന് എന്ത് വില കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ 0 ആയിട്ട് കിട്ടും. ഈ എക്സിൻ്റെ അവിടെ എന്ത് വില കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 ആയിട്ട് കിട്ടും? എന്തായിരിക്കും വില കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും? ദേ ഇവിടെ ഒരു 5 വാല്യൂ കൊടുത്തു നോക്കിയേ. 5 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 5 + 5 10. 5 + 5 10. 10 - 10 ആൻസർ എത്ര കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. അങ്ങനെ 0 കിട്ടിയാൽ അത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11 ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പറാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും 11ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. 11, 22, 33, 44, 55, 66, 77, 88 അങ്ങനെയുള്ള നമ്പേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താ, ഈ നമ്പറിനെ നമുക്ക് 11 ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് നമ്പർ ഇട്ട് കൊടുത്താലും നമുക്കിവിടെ 0 കിട്ടുന്നത്? 5 എന്നുള്ള നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം ഓപ്ഷൻ 1. ഇനി ഇതിനകത്തിലെ ഈ ഓപ്ഷനകത്ത് കിടക്കുന്ന ഓരോ നമ്പർ ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇത് നോക്കിയാൽ രണ്ടാമത്തെ നമ്പർ നോക്കിയാൽ 2 അല്ലേ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? 2. 2 എന്ന് ഇട്ട് നോക്കിയാൽ 5 + 2 - 10. 5 + 2 എത്ര? 7. 7 - 10 എത്ര കിട്ടും? -3 എന്ന് കിട്ടും അല്ലേ. ഇത് 0 അല്ല, 11ൻ്റെ മൾട്ടിപ്പിളും അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ നമ്പർ ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അടുത്ത 3 എന്ന് ഇട്ട് കൊടുത്താലോ? 3 ഇട്ട് കൊടുത്താലോ? 8 - 10 എന്ന് കിട്ടും അല്ലേ. 5 + 3 - 10 എന്ന് വെച്ചാൽ 8 - 10 -2 എന്ന് കിട്ടും. അതും പറ്റത്തില്ല. അടുത്ത 4 ഇട്ട് കൊടുത്താലും പറ്റത്തില്ല. അപ്പോൾ 5 ഇട്ട് കൊടുത്താലാണ് ഒന്നെങ്കിൽ 0 കിട്ടണം, 11ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ കിട്ടണം. എങ്ങനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? ഓഡ് നമ്പേഴ്സിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മും ഈവൻ നമ്പേഴ്സിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മും കൂടെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ, അതിൻ്റെ വ്യത്യാസം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ കിട്ടണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ദ ഗിവൻ ക്വസ്റ്റ്യൻ ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഈസ് സഫിഷ്യൻറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നോക്കിയിട്ട് താഴെ കൊടുത്തേക്കുന്ന ഇൻഫർമേഷനകത്തിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ? ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ACB? ആംഗിൾ ACBയുടെ വാല്യൂ എന്താണ്? ദേ നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ദേ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. അതേ പോയിന്റിൽ നിന്ന് അടുത്തൊരു കോണും വരച്ചിട്ടുണ്ട് അല്ലേ. ABCD അല്ലേ. ഇവിടെ ആംഗിൾ ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ എക്സ്, ഇവിടുത്തെ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോയേക്കുന്ന ACB എന്നും പറഞ്ഞ് പോയേക്കുന്ന ആംഗിൾ ACB. ഈ വാല്യൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ACB? ഈ ACBയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓൺലി 2 ഈസ് സഫിഷ്യൻറ്റ്, ബോത്ത് 1 and 2 ആർ സഫിഷ്യൻറ്റ്. ഓൺലി 1 ഈസ് സഫിഷ്യൻറ്റ്, എയ്തർ 1 or 2 ഈസ് സഫിഷ്യൻറ്റ്. ഇവിടെ നോക്കിയേ, ഇത് നമ്മൾ 10ാം ക്ലാസ്സിനകത്തിലെ സർക്കിൾസ് എന്ന പാഠത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത അറിയാവോ? എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് ഇവിടെ കിടക്കുന്നു അല്ലേ. ആ 2 പോയിന്റിനെ ചേർത്ത് നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിനെ ഈ വര 2ആയിട്ട് കട്ട് ചെയ്തു എന്നർത്ഥം. ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ AB എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ സർക്കിൾസിനെ ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്തു. ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിൾസിൻ്റെ എവിടെ ഒരു ആംഗിൾ സൃഷ്ടിച്ചാലും, എവിടെ ഒരു ആംഗിൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും, എത്ര ആംഗിൾ ഉണ്ടാക്കിയെടുത്താലും, ഇത് കണ്ടോ, എവിടെ തുടങ്ങണം? എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന എത്ര ആംഗിൾ ഉണ്ടാക്കിയാലും ആംഗിളെല്ലാം സെയിം ആയിരിക്കും. ആംഗിളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും.
മനസ്സിലായോ? ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറഞ്ഞേക്കുന്നത്. അതേ ഈ സൈഡിൽ കിടക്കുന്ന ഇവിടെ ഒന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്തില്ലയോ, ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന എല്ലാ ആംഗിളും തുല്യമായിരിക്കും. അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇതേ നമുക്ക് പറയാം, ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതുകൊണ്ട് ബോത്ത് 1 and 2 ആർ സഫീഷ്യൻറ്റ്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Anurag loses 1/7 of the cost by selling a pen for 144. If the pen is sold for 189, what is the gain percentage? എന്താ പറഞ്ഞേക്കുന്നത്? അനുരാഗ് ഒരു പേന 144 രൂപയ്ക്ക് വിറ്റപ്പോൾ, അനുരാഗ് ഒരു പേന 144 രൂപയ്ക്ക് വിറ്റപ്പോൾ ആ പേനയുടെ 1/7 വാങ്ങിയ വിലയുടെ 1/7 ഭാഗം ലോസായി എന്നാണ് പറഞ്ഞത്. ലോസ് ഉണ്ടായി. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? അനുരാഗ് ഒരു പേന എക്സ് രൂപയ്ക്ക് വാങ്ങിയൊരു പേനയാണ്. എക്സ് രൂപയ്ക്ക് വാങ്ങിയ ഒരു പേന 1/7 ഭാഗം നഷ്ടത്തിനാണ് അനുരാഗ് ആ പേന വിറ്റത്. അപ്പം വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ കാശ് എന്ന് പറയുന്നത് 144 വിറ്റപ്പോൾ കിട്ടിയ കാശ് 144 പറഞ്ഞ് മനസ്സിലായോ? അനുരാഗ് വാങ്ങിയ വില എക്സ് ആണ്. ആ എക്സിൻ്റെ 1/7 ഭാഗം നഷ്ടത്തിനാണ് അനുരാഗ് ആ പേന വിൽക്കുന്നത്. അപ്പോൾ വിറ്റപ്പോൾ കിട്ടിയ കാശ് എന്ന് പറയുന്നത് 144 രൂപയാണ്. വിറ്റപ്പോൾ കിട്ടിയ കാശ് 144 രൂപയാണ്. ഇനി ഇഫ് ദ പെൻ ഈസ് സോൾഡ് ഫോർ 189, ഇനി ആ പേന എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 189 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗെയിൻ പെർസെൻറ്റേജ്? അതിൻ്റെ അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലാഭമാണ് നമുക്ക് കിട്ടുന്നത്? മനസ്സിലായോ? അപ്പം ലാഭ ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ എന്താ ഇക്വേഷൻ? ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100. ഇതാണ് ഗെയിൻ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? ലാഭം കാണണമെങ്കിൽ വിറ്റ വിലയും അല്ലേ സെല്ലിംഗ് പ്രൈസിൽ നിന്നും എന്ത് കുറയ്ക്കണം? കോസ്റ്റ് പ്രൈസ് കുറയ്ക്കണം ലാഭം കാണണമെങ്കിൽ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? വാങ്ങിയ വില അല്ലേ? ഈ എക്സ് ആദ്യം കണ്ടുപിടിക്കുക. എക്സ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമുക്ക് ലാഭം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നോക്കിയേ, എക്സിൻ്റെ 1/7 ഭാഗം നഷ്ടത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞു അല്ലേ? 1/7 ഭാഗം നഷ്ടം എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന വിലയെ 7 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം നഷ്ടത്തിനാണ് വിറ്റത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 6/7 അല്ലേ? 7 മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 6 ഭാഗമുണ്ട്. ഈ 6/7 അല്ലെങ്കിൽ 6/7 ഭാഗമാണ് 144 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 6/7 ഭാഗമാണ് 144. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ വാങ്ങിയ വിലയുടെ 1/7 ഭാഗം നഷ്ടത്തിനാണ് വിറ്റത് എന്ന് വെച്ചാൽ 1/7 ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര ഭാഗം കിട്ടും? 6/7 ഭാഗം കിട്ടും. ആ 6/7 ഭാഗം എന്ന് പറയുന്നത് 144. എക്സിൻ്റെ 6/7 ഭാഗം എന്ന് പറയുന്നത് 144 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 144 ഇൻറ്റു ഈ 6/7 ഇപ്പുറത്ത് വരുമ്പോൾ നേരെ തിരിഞ്ഞു വരും, 7/6 എന്ന് വരും. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? അതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഓക്കെ, 6ഉം 144 കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 24 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 144 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. 24 ഇൻറ്റു 7 168 എന്ന് കിട്ടും. അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 168 രൂപ. മനസ്സിലായോ? 168 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 1/7 ഭാഗം നഷ്ടത്തിന് 144 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി ആ പേന വിറ്റത് 189 രൂപയ്ക്കാണെങ്കിൽ അപ്പോൾ 168 രൂപയാണ് യഥാർത്ഥത്തിൽ ആ പേനയുടെ വില. ആ പേന ഇനി എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 189 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടിയത് എത്ര രൂപയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 189. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 189 രൂപയാണ്. അതിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? നമ്മൾ കോസ്റ്റ് പ്രൈസായ 168 രൂപ കുറയ്ക്കുന്നു. കോസ്റ്റ് പ്രൈസ് 168 രൂപ കുറയ്ക്കുന്നു. അപ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അല്ലേ? നമ്മൾ വാങ്ങിയ കാശും അതിൽ നിന്നും കൂടിയൊരു കാശിനാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്കവിടെ ലാഭം കിട്ടും അല്ലേ? ആ ലാഭം എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? വിറ്റ കാശിൽ നിന്നും നമ്മൾ മുടക്കിയ കാശ് കുറയ്ക്കണം അല്ലേ? 189 നിന്നും 168 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 രൂപ നമ്മുടെ ലാഭം എന്ന് കിട്ടും. 21 രൂപ
ലാഭത്തിനാണ് വിറ്റത്. മനസ്സിലായോ? ആദ്യം ആ കാശിന് ആ പേനയ്ക്ക് എത്ര രൂപയേ ഉള്ളൂ? 168 രൂപയേ ഉള്ളൂ. ആ വിലയ്ക്ക് 168 രൂപയുടെ ആ പേന എത്ര രൂപയ്ക്ക് നമ്മൾ വിറ്റു? 189 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അവിടെ ലാഭം കിട്ടിയല്ലേ? എത്ര ലാഭം? 21 രൂപ ലാഭം കിട്ടി. ഇനി നമുക്ക് ലാഭശതമാനം കാണാമല്ലോ. ലാഭം കിട്ടി 21. മുടക്കിയ മുതൽ എത്ര? 168 ഇൻറ്റു 100. ഓക്കെ, എത്ര കിട്ടുമായിരിക്കും? ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് നോക്കിയേ. 21 168 അല്ലേ? നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 7 കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 56 കിട്ടും അല്ലേ? വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? 7 കൊണ്ട് ചെയ്യാം അല്ലേ? 7 ഡിവൈഡ് ബൈ 7 1 കിട്ടും. 7 ഡിവൈഡ് ബൈ 56 അല്ല, 56 ഡിവൈഡ് ബൈ 7 എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? 8ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 12.5 എന്ന് കിട്ടും. 12.5 നമ്മുടെ ആൻസർ ഓപ്ഷൻ 2. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത കണക്കിലേക്ക് നോക്കാം. ദ HCF ഓഫ് 2/3, 8/9, 10 ഡിവൈഡ് ബൈ 27, 32 ഡിവൈഡ് ബൈ 81. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇവിടെ കുറേ ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നിട്ട് പറയുകയാണ് അതിൻ്റെ HCF കണ്ടുപിടിക്കുക. ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക. എന്തായിരുന്നു ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അന്ന് നമ്മളൊരു കോഡൊക്കെ വെച്ച് അന്ന് പഠിപ്പിച്ചായിരുന്നു അല്ലേ? എന്താണ് HCF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? HCF ഓഫ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം? മേളിൽ അങ്ങ് HCF എന്ന് എഴുതുക. മേളിൽ HCF എന്ന് എഴുതുക, താഴെ LCM എന്ന് എഴുതുക. ഇനി മുകളിൽ വരുന്ന ഭാഗങ്ങൾ ഏതായിരിക്കും? മുകളിൽ വരുന്നത് ഏത് ടേം ആയിരിക്കും? ന്യൂമറേറ്റർ ആയിരിക്കും അല്ലേ? മുകളിൽ വരുന്ന ഒരു ഫ്രാക്ഷൻ്റെ മുകളിൽ വരുന്നത് അംശമായിരിക്കും അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിരിക്കും. താഴെ വരുന്നത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിരിക്കും. അപ്പം ന്യൂമറേറ്ററുകളുടെ HCF ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM. ന്യൂമറേറ്ററിൻ്റെ HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. ഇതാണ് ഇക്വേഷൻ. ഒരു ഫ്രാക്ഷൻ്റെ HCF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ന്യൂമറേറ്ററുകളുടെ HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാ? 2, 8, 10, 32. ഇതിൻ്റെ എല്ലാം എന്ത് കാണുക? HCF കാണുക. കണ്ടു നോക്കാം. ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 1, ഇവിടെ എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെ 5 കിട്ടും. ഇവിടെ 32 16 കിട്ടും അല്ലേ? ഇവിടെ ഇത്രയും നമ്പേഴ്സ് കിട്ടുമല്ലോ. 1, 4, 5, 60. ഇനി ഇതിനെ എല്ലാം കൂടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വല്ല നമ്പറും ഉണ്ടോ? ഒരു നമ്പറും ഇല്ല അല്ലേ? അപ്പോൾ HCF എന്ന് പറയുന്നത് 2 ആണ്. HCF എന്ന് പറയുന്നത് 2 ആണ്. HCF LCM കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ എടുത്ത വീഡിയോസിനകത്ത് HCF LCM കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. ഇനി ഓക്കെ, ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക. ഇവിടെ നോക്കാം. 3, 9, 27, 81. ഇതാണ് ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് കിടക്കുന്നത് അല്ലേ? ഇതിൻ്റെ LCM കണ്ടു നോക്കാം. നമുക്ക് ആദ്യം 3 ഇട്ട് നോക്കാം. 3 ഡിവൈഡ് ബൈ 3 1, 9 ഡിവൈഡ് ബൈ 3 3, 27 ഡിവൈഡ് ബൈ 3 9 അല്ലേ? 81 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 27 എന്ന് കിട്ടി. ഓക്കെ ആണോ? വീണ്ടും എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 1 താത്രയ്ക്ക് 3 ഡിവൈഡ് ബൈ 3 1 കിട്ടി. 9 ഡിവൈഡ് ബൈ 3 3 കിട്ടി. 27 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടി? 9 കിട്ടി. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 1 1 1 3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 ഇവിടുത്തെ LCM എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? ആൻസർ എത്ര കിട്ടും നമുക്ക്? 3/4. 3/4 എന്ന് വെച്ചാൽ എത്ര? 81. 3/4 എന്ന് വെച്ചാൽ 81. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 2/81 ആണ്. 2/81 ഓപ്ഷൻ 4. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, പൈപ്പ് എന്നുള്ളത് എങ്ങനെ എഴുതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൈപ്പ് എന്നുള്ളത് 169165 എന്ന് എഴുതിയെങ്കിൽ സ്വാൻ എന്നുള്ളത് എങ്ങനെ എഴുതാം? ആ എഴുതിയതിനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് സ്വാൻ. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ പൈപ്പ് എന്നുള്ളതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ അത് നിയമം അനുസരിച്ച് സ്വാൻ എന്നുള്ളതിനെ എഴുതുക. എന്നിട്ട് അതിനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പോൾ നോക്കാം, പൈപ്പ് എന്നുള്ളതിന് എന്തിനാണ് ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് നോക്കാം.
ആദ്യം നമുക്ക് എ ബി സി ഡി ഒന്ന് എഴുതാം. എ ബി സി ഡി ഇവിടെ നോക്കിയാൽ നമ്മൾ എ ബി സി ഡി ഫുൾ എഴുതിയിട്ടുണ്ട് അല്ലേ, എ ബി സി ഡി മൊത്തം എഴുതിയിട്ടുണ്ട്. എയുടെ വാല്യൂ എത്ര? 1 അല്ലേ, ഒന്നാമത്തെ ആളാണ് എ. 2 3 നമ്മളിങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കാൻ. പി കിടക്കുന്ന എവിടെ? 16. നോക്കിയേ 16 എന്നും പറഞ്ഞല്ലേ കിടക്കുന്ന ആദ്യത്തെ നമ്പർ, അതായത് പി കിടക്കുന്ന പൊസിഷനാണ് കൊടുത്തേക്കുന്നത് 16. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ 9. 9 എന്ന് നോക്കാം. 9 എന്ന് പറയുന്ന ഏത് നമ്പർ വരും? ദേ ഐ. കണ്ടോ, 9ാമത്തെ നമ്പറായിട്ട് നമ്മൾ ആരെഴുതി? ഐ. അതാണ് തൊട്ടടുത്ത് കിടക്കുന്ന 9. വീണ്ടും ഒരു 16 അല്ലേ, പി കിടക്കുന്ന 16ാം സ്ഥാനത്ത് വീണ്ടും 16. ഈ കിടക്കുന്നതേ നോക്കിയേ 5ാം സ്ഥാനത്ത് നോക്കിയേ, കറക്റ്റ് നമ്പർ അല്ലേ? 16 9 16 5. അതായത് ഇതിനകത്തിലെ ലെറ്റേഴ്സ് കിടക്കുന്ന ഏത് പൊസിഷനാണോ ആ പൊസിഷനാണ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം SWAN. അത് എങ്ങനെ എഴുതാം? മൊത്തം കണ്ടുപിടിക്കേണ്ട, ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആരാ? N ആണ്. എന്നിൻ്റെ മാത്രം നോക്കിയാൽ മതി. N എത്രാമതാണ് കിടക്കുന്നത്? 14 എന്നാണ് എന്നിൻ്റെ നമ്പർ കൊടുത്തേക്കുന്നത്. അതായത് ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 4. ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 4. മനസ്സിലായ പറഞ്ഞേക്കുന്നത്? നമുക്ക് മൊത്തം എഴുതേണ്ട, നമ്മുടെ ചോദിക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് അവസാനത്തെ നമ്പർ കിടക്കുന്ന പൊസിഷൻ നോക്കുക. 14 എന്നുള്ളതാണ് N കിടക്കുന്ന പൊസിഷൻ. താണ്ട 14. അതായത് ലാസ്റ്റ് ഡിജിറ്റ് എത്ര ആയിരിക്കും? 4 എന്നുള്ളതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ നെക്സ്റ്റ് ലെറ്റേഴ്സ് ഇൻ ദ ഫോളോയിങ് സീരീസ്. താഴെ കൊടുക്കുന്ന സീരീസിനകത്തിലെ അടുത്ത ലെറ്റർ ഏതാണ്? നോക്കാം. ഈ സീരീസ് ഒന്ന് എഴുതി നോക്കിയേ. എ ബി സി ഡി. ഇതേ നോക്കിയേ, ആദ്യത്തെ ലെറ്റർ പറഞ്ഞേക്കുന്നത് സി ആണ്. നെക്സ്റ്റ് ലെറ്റർ പറഞ്ഞേക്കുന്നത് ഡി ആണ്. അത് കഴിഞ്ഞ് നോക്കിയാൽ സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, തൊട്ടടുത്ത നമ്പറാണ്. സിയുടെ തൊട്ടടുത്ത നമ്പറാണ് ഡി. അതുകൊണ്ട് നമുക്ക് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 എന്ന് എടുക്കാം. അടുത്ത ഡി കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത്തെ ലെറ്റർ ആയിട്ട് എഴുതിയേക്കുന്നത് എഫ് ആണ് അല്ലേ. ഡി കഴിഞ്ഞിട്ട് ഇയെ കണക്ക് കൂട്ടുന്നില്ല, എഫ്. അതായത് ഡി കഴിഞ്ഞിട്ട് ഒരാളെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? എഫ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളെ എന്നുള്ളത് നമ്മൾ +1 ആയിട്ട് കൂട്ടുന്നു. കണ്ടോ, +1 എന്ന് വെച്ചാൽ ഡി കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ടാണ് എഫിനെ എടുത്തേക്കുന്നത്. അടുത്ത എഫ് കഴിഞ്ഞ് ഐയെ നോക്കിയേ. ഐ എവിടെ? 2 പേര് കഴിഞ്ഞിട്ടാണ് ഐ എടുത്തേക്കുന്നത്. കണ്ടോ, ജിയും എച്ചും കഴിഞ്ഞിട്ടാണ് ഐ എടുത്തേക്കുന്നത്. നമ്മൾ അതുകൊണ്ട് +2 എന്ന് എഴുതാം. അപ്പം 0 ആദ്യം തൊട്ടടുത്തുള്ള ആളെ എടുത്തു, അത് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ടുള്ള ആളെ എടുത്തു, അത് കഴിഞ്ഞ് 2 പേരെ ഒഴിവാക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? അടുത്ത ലെറ്റർ ഏതായിരിക്കും? 3 പേരെ ഒഴിവാക്കും അല്ലേ, എന്ന് വെച്ചാൽ JKL. 3 പേരെ എന്ത് ചെയ്യും? ഒഴിവാക്കും. എന്നിട്ട് ആരെ എടുക്കും? എമ്മിനെ എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അടുത്ത ലെറ്റർ ഏതാ? എം എന്ന് പറയുന്ന ലെറ്ററാണ്. മനസ്സിലായോ? അപ്പം സിയും ഡിയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 0 ആണ്. ഡിയിൽ നിന്ന് എഫിലോട്ട് വരണമെങ്കിൽ ഒരാളെ ഒഴിവാക്കണം. അതേപോലെ എഫിൽ നിന്ന് ഐയിലോട്ട് വരണമെങ്കിൽ 2 പേരെ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 3 പേരെ ഒഴിവാക്കണം അല്ലേ, എന്ന് വെച്ചാൽ JKL. 3 പേരെ ഒഴിവാക്കിയിട്ട് എമ്മിനെ എടുക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. ഇറ്റ് വാസ് മൺഡേ ഓൺ 1st January 2018. വാട്ട് വാസ് ദ ഡേ ഓഫ് ദി വീക്ക് ഓൺ 1st January 2010? എന്താ പറയുന്നത്? 2018 ജനുവരി 1 മൺഡേ ആണെങ്കിൽ 2010 ജനുവരി 1 മൺഡേ ആണെങ്കിൽ 2010 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാൻ പിടിച്ച് വെച്ചേക്കുക. ഇതേ നോക്കുക എന്തൊക്കെയാണ്. ഒരു വീക്ക് എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 7 ഡേ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഒരു വീക്ക് എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 7 ഡേ ആണ്. ഒരു വീക്ക് 7 ഡേയ്സ് ആണ്. അടുത്ത പഠിച്ചു വെച്ചേക്കുക. 2 രീതിയിലുള്ള വർഷങ്ങളുണ്ട്. ഒരു സാധാരണ വർഷവും ഒന്നും ലീപ്പ് ഇയറും. എന്താ സാധാരണ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വർഷം എന്ന് പറയുന്നത് നോൺ ലീപ്പ് ഇയർ ആണ്. നോൺ ലീപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസമേ ഉള്ളൂ. 365 ദിവസം. മനസ്സിലായോ? നോൺ ലീപ്പ് ഇയറിൽ 365 ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഫെബ്രുവരി 28 ദിവസങ്ങളുള്ള വർഷങ്ങളാണ് നോൺ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഫെബ്രുവരി 28 ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, ആ വർഷത്തിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം 365 ആണ്. അതിൽ 52 വീക്സും 52 ആഴ്ചകളും 1 ഡേയും കാണും. 52 ആഴ്ച പ്ലസ് 1 ദിവസം, ഇത് ഇത്രയും കൂടെ കൂട്ടുന്നതാണ് 365 ദിവസം. അടുത്ത ലീപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ദിവസവും കൂടെ കയറി വരുന്നതാണ് ലീപ്പ് ഇയർ. എത്ര വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഫെബ്രുവരി 29 വരുന്നത്? 4 വർഷം കൂടിയിരിക്കുമ്പോൾ അല്ലേ. അപ്പം 4 വർഷം കൂടിയുള്ള ഒരു വർഷമാണ് എന്തെന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ. എന്ന് വെച്ചാൽ ഓരോ 4 വർഷത്തിലുമാണ് ഓരോ ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്.
ആ ലീപ്പ് ഇയറിൽ ഒരു ദിവസം അധികമായിരിക്കും അല്ലേ, ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ദിവസം എന്തായിരിക്കും, അധികമായിരിക്കും. അതുകൊണ്ട് 366 ദിവസം കാണും. ലീപ്പ് ഇയറിൽ 366 ദിവസം കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 വീക്കും 52 വീക്സും കാണും, 2 ഡേയ്സും കാണും, എക്സ്ട്രാ 2 ഡേയും കാണും. മനസ്സിലായോ? അപ്പോൾ ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ നോൺ ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നോൺ ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ ഫെബ്രുവരി 28 ദിവസങ്ങളുള്ള വർഷത്തെയാണ് നമ്മൾ നോൺ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഓരോ 4 വർഷം കൂടിയിരിക്കുമ്പോഴും എന്ത് ചെയ്യും, ഒരു ദിവസം അധികരിക്കും. എന്ന് വെച്ചാൽ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ദിവസം വരും. ഇതാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. മനസ്സിലായാലോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഓരോ 4 വർഷം കൂടിയിരിക്കുന്നതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതേ നോക്കി, 2018 എന്ന് പറയുന്നത് നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 2018 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 4 20 അല്ലേ, 1 താഴോട്ടിറക്കി 0 ഇട്ട് കൊടുത്തു 8 അല്ലേ, 4 4 16 അല്ലേ, 16 ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര കിട്ടും, 2 എന്ന് കിട്ടും, ബാലൻസ് 2 കിട്ടും. ഇങ്ങനെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത, 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ സാധാരണ വർഷമായിരിക്കും. 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന കഴിയുന്ന വർഷത്തെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന വർഷങ്ങളെ ലീപ്പ് ഇയർ എന്ന് വിളിക്കും. ആ ലീപ്പ് ഇയറിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 2010 മുതൽ 18 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2010 to 2018 അല്ലേ, 2010 to 2018. നോക്കിയേ, ഈ 2 വർഷങ്ങൾക്കിടയിൽ 8 വർഷങ്ങളുണ്ട്. മൊത്തത്തിൽ എത്ര വർഷമുണ്ട്? 8 വർഷമുണ്ട്. ഇതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 2010. ഏതൊക്കെ വർഷം? 2010, 2011, 2012, 2013, 2014, 2015, 2016, 2017, 2018. ഓക്കെ, ഇതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നമ്മുടെ ഈ വർഷം, ഈ തന്നേക്കുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ ടൈം പീരീഡിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ലീപ്പ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 2010 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 2011 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അത് പഠിക്കുന്നത്? 4 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടി അവസാനത്തെ 2 നമ്പർ എടുക്കുക, അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. 10നെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയും 2010 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 11നെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. 2012 അതിനകത്തിലെ 12 ലാസ്റ്റ് അവസാനത്തെ 2 ഡിജിറ്റിനെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. അതുകൊണ്ട് നമുക്ക് പറയാം 2012നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അടുത്ത 2013 ചെയ്യാൻ പറ്റില്ല, 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 2016നെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. പിന്നെ 2017നെ പറ്റത്തില്ല, 18നെയും പറ്റത്തില്ല. അപ്പോൾ എത്ര വർഷം വന്നു? 2 ലീപ്പ് ഇയർ വന്നു അല്ലേ. എത്ര ലീപ്പ് ഇയർ വന്നു? 2 ലീപ്പ് ഇയർ വന്നു. 2 ലീപ്പ് ഇയർ. അപ്പോൾ ഇവിടെ ലീപ്പ് ഇയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? 2 ലീപ്പ് ഇയർ വന്നു. ഇനി നോക്കിയേ, 2010 മുതൽ 18 വരെ എത്ര ദിവസങ്ങളുണ്ട്? 10 മുതൽ 18 വരെ എത്ര ദിവസങ്ങളുണ്ട്? നമ്മൾ പറഞ്ഞു ഓരോ വർഷത്തിലും എത്ര ദിവസങ്ങളുണ്ട്? 365 ദിവസങ്ങളുണ്ട്. 365. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ എത്ര വർഷമുണ്ട്? 10 മുതൽ 18 വരെ 8 വർഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 × 365 ആണ്. 8 × 365. നമ്മൾ പറഞ്ഞു ഓരോ വർഷവും ഓരോ നോൺ ലീപ്പ് ഇയറിലും എത്ര വർഷമുണ്ട്? എത്ര ദിവസമുണ്ട്? 365 ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 8 വർഷങ്ങളിലായിട്ട് എത്ര ദിവസമുണ്ട്? 8 × 365. ഇനി അതിൽ പറഞ്ഞു 2 വർഷം ലീപ്പ് ഇയർ ആണ് എന്ന് വെച്ചാൽ 2 വർഷം അധികം എത്ര ദിവസമുണ്ട്? 2 ദിവസമുണ്ട്. 2 വർഷത്തിലും അധികം ഓരോ ദിവസമുണ്ട് അല്ലേ. ആദ്യം 2012 ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ദിവസം കൂടി, 2016 ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ദിവസം കൂടി. എന്ന് വെച്ചാൽ 2 വർഷവും കൂടെ എത്ര ദിവസം കൂടി? 2 ദിവസം കൂടി. ആ 2ഉം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. മനസ്സിലായോ പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. മൊത്തം 8 വർഷം. ആ 8 വർഷത്തിൽ 2 ലീപ്പ് ഇയർ ഉണ്ടല്ലേ. 2 ലീപ്പ് ഇയറിലെ വർഷം എത്ര? 366. അപ്പം 2 × 366 പ്ലസ് ബാക്കി എത്ര വർഷമുണ്ട്? 6 വർഷം. അത് നോൺ ലീപ്പ് ഇയർ ആണ്. അവിടെ 365 ദിവസമേ ഉള്ളൂ അല്ലേ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
അല്ലെങ്കിൽ നിങ്ങൾ 8 × 365 ചെയ്യുക. എത്ര വർഷമുണ്ട് ലീപ്പ് ഇയർ? 2 വർഷം. അതുകൊണ്ട് +2 എന്ന് വെച്ചാൽ ഓരോ വർഷവും ഓരോ ദിവസം കൂടും അല്ലേ. നോക്കിയേ 365 നിന്ന് 366 ആകും എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു വർഷം കൂടും. അങ്ങനെയാണെങ്കിൽ 2 ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ എത്ര ദിവസം കൂടും? 2 ദിവസം കൂടും അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ. 2922 ദിവസം. 2922 ദിവസമുണ്ട്. 2922 ദിവസം. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം 2010 മുതൽ 2018 വരെ എത്ര ദിവസമുണ്ട് ടോട്ടൽ? 2922 ദിവസമുണ്ട്. ഇത്രയും മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം നോക്കിയേ. അപ്പം ടോട്ടൽ ദിവസം നമുക്ക് കിട്ടി 2922. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ് അല്ലേ. ഒരു വീക്ക് എന്ന് പറയുന്നത് 7 ദിവസമാണ്, 7 ഡേ. ആ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു ആഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 417 കിട്ടും. 417. പക്ഷേ ഇവിടെ റിമൈൻഡർ കിട്ടും, ശിഷ്ടം കിട്ടും. റിമൈൻഡർ 3 കിട്ടും. നമുക്ക് ഇങ്ങനെ 2922 7 കൊണ്ട് ഗുണിക്കും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ആൻസർ 417 ആൻസർ കിട്ടും. ഇവിടെ ഒരു റിമൈൻഡർ 3 എന്നും കിട്ടും. റിമൈൻഡർ 3 എന്നും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമായിരിക്കും? 2919 എന്നായിരിക്കും നമ്മുടെ ആൻസർ. 2919. റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. റിമൈൻഡർ 3 കിട്ടും. ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡർ 3 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു ജനുവരി 1 എന്ന് പറയുന്ന ഏത് ദിവസമാണ്? മൺഡേ ആണ് അല്ലേ. ജനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. ഓക്കെ, ജനുവരി 1 മൺഡേ ആണ്. റിമൈൻഡർ 3 കിട്ടിയത് അല്ലേ. നമുക്ക് 2018 നിന്നും ബാക്കിലോട്ടാണ് പോകേണ്ടത്, 2010 അല്ലേ. ബാക്കിലോട്ട് പോകണം. 2018 നിന്നും ബാക്കിലേക്ക് പോകണം. 2010 മനസ്സിലായി പറഞ്ഞാൽ 2018 നിന്നും 10 കണക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10 ബാക്കിലോട്ട് പോകണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൺഡേയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡറായ 3 മൈനസ് ചെയ്യുക. ബാക്കിലോട്ട് പോകുന്നതുകൊണ്ട് -3 ചെയ്യുക. -3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൺഡേ ഡേക്ക് മുമ്പ് ഏത് ദിവസമായിരിക്കും? സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ. ആൻസർ എത്ര കിട്ടും നമുക്ക്? ഫ്രൈഡേ. മൺഡേയിൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഫ്രൈഡേ കിട്ടും. മനസ്സിലായോ? കണക്ക് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഓക്കെ. ക്വസ്റ്റ്യൻ റെഫർ ടു ദി ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫിഗർ നോക്കിയിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ബി ഇസ് പാരലൽ ടു അല്ലേ. എ ബി എന്ന് പറയുന്നത് സിക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി സി ഡി എന്ന് പറയുന്ന ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ബി എ സിയുടെ വാല്യൂ കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ബി എ സിയുടെ വാല്യൂ കാണുക എന്നാണ് അർത്ഥം. ഓക്കെ, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനൊരു തിയറം ഉണ്ട്. ഈ തിയറം മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതൊരു തിയറമാണ്. ആ തിയറം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നും നോക്കണ്ട. ഈ തിയറം നോക്കിയേ. ഇവിടെ ഡി ഇ എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. ഡി ഇ എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. ഡി ഇ എന്ന് പറയുന്നത് എന്താണ്? ഡി ഇ എന്ന് പറയുന്നത് ഒരു ടാൻജൻ്റ് ആണ്. ടാൻജൻ്റ് മീൻസ് വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ മുട്ടി നമ്മൾ വരയ്ക്കുന്ന വരെയാണ് ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാൻജൻ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡി ഇ എന്ന് പറയുന്നത് ഒരു ടാൻജൻ്റ് ആണ്. ഏത് പോയിൻറ്റിനെ തട്ടിയാണ് പോകുന്നത്? സി എന്ന് പറയുന്ന പോയിൻറ്റിനെ തട്ടിയാണ് പോകുന്നത്. ഇനി നോക്കിയേ, ഇങ്ങനൊരു വര കണ്ടോ? ബി സി എന്ന് പറയുന്നൊരു വര കണ്ടോ? ബി സി എന്ന് പറയുന്നൊരു കോഡാണ്. അല്ലെങ്കിൽ ഞാണാണ് അല്ലേ. ബി സി എന്ന് പറയുന്നത് ഒരു ഞാണാണ് അല്ലെങ്കിൽ ഒരു കോഡാണ്. ബി സി എന്ന് പറയുന്നൊരു കോഡാണ് അല്ലെങ്കിൽ ഞാണാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി സിയും ഈ കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കിയ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതാണ് 72 ഡിഗ്രി അല്ലേ. കോഡും ടാൻജൻറ്റും തമ്മിൽ ചേർത്തുണ്ടായ ഒരു കോണാണ് 72 ഡിഗ്രി. ഈ കോണിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടീസസിൽ എന്ന് വെച്ചാൽ ഈ കോഡും കൂടെ ഉണ്ടാക്കിയ ഈ കോണുണ്ടല്ലോ, ഈ കോഡ് കിടക്കുന്നുണ്ടോ? ഈ കോഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗത്ത്, ഇതാണ് ഈ കോഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഭാഗം അല്ലെ. ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു കോണിനകത്തിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ 72ന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് 72 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വന്ന ഈ കോഡിനകത്തിൽ ഈ ഒരു സെക്ടറിനകത്ത് വന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ 72 ആയിരിക്കും. അതാണ് ഓപ്ഷൻ 3.
മനസ്സിലായല്ലോ. ഇതേ തിരിച്ചൊന്ന് വരച്ച് നോക്കിയതേ, തിരിച്ചൊന്ന് വരച്ച് നോക്കുക നമ്മൾ. ദേ ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിളിന് ഈക്വൽ എന്ന് പറയുന്നത് ഏതാ? ഇതൊരു ടാൻജൻ്റ് ആണ്, ഇതൊരു കോഡാണ് അല്ലേ, ഇത് തമ്മിലുണ്ടാക്കിയ ആംഗിളാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സെക്ടറിൽ വരച്ചേക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ഓക്കെ ആണല്ലോ. ഓക്കെ, 2018 ക്വസ്റ്റ്യൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ NTPCയുടെ ഒരു ക്വസ്റ്റ്യനുമായിട്ടായിരിക്കും വരുന്നത്. അതുവരെ ബൈ.